ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിൽ നമ്മൾ ജനുവരി 21 വരെയുള്ള കറണ്ട് അഫയേഴ്സുകൾ കണ്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി 22 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാന സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി 23 ഒരു പ്രത്യേകതയാണ്. ജനുവരി 23 നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. ആ ദിവസം നമ്മുടെ രാജ്യത്ത് പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 എന്തായിട്ട് ആചരിക്കുന്നു? പരാക്രം ദിവസ് ആയിട്ട് ആചരിക്കുന്നു. അപ്പോൾ ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 രാജ്യത്ത് എന്തായിട്ട് ആചരിക്കുന്നു? പരാക്രം ദിവസ്. ഓക്കെ, ഇനി ജനുവരി 24 പ്രത്യേകത അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 24 2019 മുതലാണ് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ആചരിച്ചു വരുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ലോകമെമ്പാടും സമാധാനം, വികസനം, സമത്വം എന്നിവ കൊണ്ടുവരുന്നതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുക? എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നാണ് ഈ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത് AI അല്ലേ? നമുക്കറിയാം ഇനി അങ്ങോട്ട് AIയുടെ കാലമാണ്. അപ്പോൾ AIയും വിദ്യാഭ്യാസവും ഒരു ഓട്ടോമേഷൻ ലോകത്ത് മനുഷ്യ ഏജൻസിയെ സംരക്ഷിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. അപ്പോൾ 2025 ജനുവരി 24 എന്തായിട്ട് ആചരിച്ചു? അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിച്ചു. അതുപോലെ ജനുവരി 24 മറ്റൊരു പ്രത്യേകതയാണ് ദേശീയ ബാലികാ ദിനം. ദേശീയ ബാലികാ ദിനം രാജ്യത്ത് പെൺകുട്ടികൾ നേരിടുന്ന അസമത്വങ്ങളെക്കുറിച്ചൊക്കെ പൊതു അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം 2008 ജനുവരി 24 മുതൽ ആചരിച്ചു വരുന്ന ഒരു ദിനമാണ് ദേശീയ ബാലികാ ദിനം എന്ന് പറയുന്നത്. ഇത്തവണത്തെ പ്രമേയം ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ ദേശീയ ബാലികാ ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, അപ്പോൾ ദേശീയ ബാലികാ ദിനം എന്നാണ് ജനുവരി 24. അപ്പോൾ ജനുവരി 24 രണ്ട് പ്രത്യേകതകൾ പറഞ്ഞു. ഒന്ന് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനവും അതുപോലെ ദേശീയ ബാലികാ ദിനവും. ഓക്കെ, ഇനി ജനുവരി 25 വരികയാണെങ്കിൽ ജനുവരി 25 ദേശീയ ടൂറിസം ദിനം. ദേശീയ ടൂറിസം ദിനം എന്ന് പറയുന്നത് എന്നാണ്? ജനുവരി 25. ദേശീയ ടൂറിസം ദിനം ജനുവരി 25. അതുപോലെ തന്നെ ജനുവരി 25 മറ്റൊരു പ്രത്യേകതയാണ് ദേശീയ സമ്മതിദായക ദിനം. ദേശീയ സമ്മതിദായക ദിനം എന്ന് പറയുന്നത് എന്നാണ്? ജനുവരി 25. അതായത് നാഷണൽ വോട്ടേഴ്സ് ഡേ അല്ലേ? നാഷണൽ വോട്ടേഴ്സ്, നമ്മുടെ വോട്ടേഴ്സിനായിട്ടുള്ള ഒരു ദിനമാണ് ഏത്? ജനുവരി 25. അപ്പോൾ ദേശീയ വോട്ടേഴ്സ് ദിനം എന്നാണ്? ജനുവരി 25. ഓക്കെ, അപ്പോൾ നമ്മൾ വോട്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് രാജീവ് കുമാർ. കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ചുകൂടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് തണ്ണീർത്തടങ്ങൾ അല്ലേ? തണ്ണീർത്തടങ്ങളുടെ പട്ടിക. ലോകത്തിലെ 31 തണ്ണീർത്തട അംഗീകൃത നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയിരിക്കുന്ന 2 നഗരങ്ങളാണ്. ഒന്ന് മധ്യപ്രദേശിലെ ഇൻഡോറും രാജസ്ഥാനിലെ ഉദയ്പൂരും. അപ്പോൾ ലോകത്തിലെ 31 തണ്ണീർത്തട അംഗീകൃത നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയിരിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശിലെ ഇൻഡോറും രാജസ്ഥാനിലെ ഉദയ്പൂരും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. രാജസ്ഥാനിലെ ഉദയ്പൂരും മധ്യപ്രദേശിലെ ഇൻഡോർ. അപ്പോൾ ലോകത്തിലെ 31 തണ്ണീർത്തട അംഗീകൃത നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയിരിക്കുന്നത് ഉദയ്പൂരും ഇൻഡോറും. ഓക്കെ, അതുപോലെ നമ്മുടെ അടുത്തിടെ പുറത്തിറങ്ങിയ നീതി ആയോഗിന്റെ റിപ്പോർട്ട് നീതി ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് വെച്ചാൽ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 റിപ്പോർട്ടിൽ ഇതിന് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയാണ്. ഓക്കെ, നീതി ആയോഗിന്റെ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് സാമ്പത്തിക ആരോഗ്യ സൂചികയെ 2025 ഒന്നാമതെത്തിയിരിക്കുന്ന ആരാണ്? ഒഡീഷ. 2ാം സ്ഥാനം ഛത്തീസ്ഗഡാണ്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ആരാണ്? ഒഡീഷയും 2ാം സ്ഥാനത്ത് ഛത്തീസ്ഗഡ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. അതുപോലെ ഇലക്ട്രിക് ഐ ടി മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 2022-23 ഒരു കണക്കാണ്. അതിൽ നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ 11.74% ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ നിന്നായിരുന്നാണ് അവിടുന്ന് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട്. 2022-23 ഒരു കണക്കാണ്. ആ സമയത്ത് നമ്മുടെ ദേശീയ വരുമാനത്തിൽ 11.74% ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു? ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു എന്നാണ് അവർ പുറത്തിറക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ 2022-23 ദേശീയ വരുമാനത്തിൻ്റെ 11.74% എവിടെ നിന്നായിരുന്നു? ഡിജിറ്റൽ എക്കോണമിയിൽ നിന്നായിരുന്നു.
ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് മൈക്കൽ മാർട്ടിൻ. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മൈക്കൽ മാർട്ടിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ലോക നേതാക്കളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, പല പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ അധികാരത്തിൽ വരുന്നത്. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിമാരെ പറ്റിയൊക്കെ നമ്മൾ ഓരോ കറണ്ട് അഫയേഴ്സിൻ്റെ ഇതിൽ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ചില സമയത്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മൈക്കൽ മാർട്ടിൻ. ഓക്കെ, ഇനി കായിക മേഖലയിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്, ഇത് പലപ്പോഴും ചോദിക്കാറുള്ളതുമാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ പുരുഷ വിഭാഗം ചാമ്പ്യനായിരിക്കുന്നത് യാനിക് സിന്നർ, ഇറ്റലിക്കാരനായ യാനിക് സിന്നറും വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയിരിക്കുന്നത് അമേരിക്കക്കാരിയായ മാഡിസൺ കീസുമാണ്. ഓക്കെ, അപ്പോൾ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ചാമ്പ്യൻ യാനിക് സിന്നറും വനിതാ വിഭാഗം മാഡിസൺ കീസും. ഓക്കെ, പലപ്പോഴും ചോദിക്കാറുണ്ട് ടെന്നീസുമായി ബന്ധപ്പെട്ട്, ഓസ്ട്രേലിയൻ ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും ഒക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ വിജയികളൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ആരാണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കുക, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ചാമ്പ്യൻ യാനിക് സിന്നറും വനിതാ സിംഗിൾസിൽ മാഡിസൺ കീസുമാണ് കിരീടം നേടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജനുവരി 22 മുതൽ 25 വരെയുള്ള പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും എപ്പോഴും പറയാറുള്ള പോലെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. നമ്മുടെ ചാനലിൽ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നവംബർ ഡിസംബർ മാസങ്ങളിലെയും 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ജനുവരി 1 മുതലുള്ള കറണ്ട് അഫയേഴ്സുകൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ ഗെയിൻ നോളജ് മിഷൻ്റെ ഭാഗമായിട്ട് യൂണിഫോം പോസ്റ്റുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മാത്രമായിട്ടുള്ളൊരു ബാച്ച് തുടങ്ങുന്നുണ്ട്. അതായത് സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രം അതിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ബാക്കിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വായിച്ചെടുക്കുന്നവരായിരിക്കും, സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിൽ പറഞ്ഞിരിക്കുന്ന സിലബസ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആ ഒരു പോർഷൻ കൊണ്ട് നമ്മൾ പഠിക്കും. അപ്പോൾ പോലീസിൻ്റെ ആണെങ്കിലും എക്സൈസിൻ്റെ ആണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കുകൾ പ്രത്യേകമാണ് സിലബസിൽ PSC തന്നിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടായിട്ട് തന്നെ പഠിക്കണം. അതുകൊണ്ട് രണ്ടിനുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ടൈം വരുന്നത് രാത്രി 10 മണി മുതൽ 11 മണി വരെയാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഫെബ്രുവരി 2ാമത്തെ ആഴ്ചയോടുകൂടി നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 25 പേർക്ക് നമ്മൾ സാധാ റെഗുലർ ബാച്ചിൽ കൊടുക്കുന്ന പോലെ തന്നെ 25 പേർക്കായിരിക്കും നമ്മൾ ഇതിലേക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ക്ലാസ്സുകളിലും അഡ്മിഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായം വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. സിലബസ് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടും അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായം വീണ്ടും കാണാം. താങ്ക്